ആപ്കി അദാലത്തിൽ ദലേർ മെഹന്ദിക്കെതിരായുള്ള അടുത്ത കുറ്റാരോപണം അദ്ദേഹം ആവശ്യമില്ലാതെ കോൺട്രവേഴ്സി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. വലിയൊരു കോൺട്രവേഴ്സി നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇതിനു മുൻപ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴൊക്കെ താങ്കളുടെ ആൽബം റിലീസാവുന്നോ അപ്പോഴൊക്കെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാകാറുണ്ട്. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഒരു പ്രാവശ്യം ഏക് ദാന ദോ ദാന റിലീസായ സമയത്ത് പഞ്ചാബിൽ ചിലർ ഇതിനെതിരായിട്ട് ഒബ്ജക്ഷൻ പറഞ്ഞിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനെപ്പോഴും ഈ കാര്യം ഓപ്പണായിട്ട് തന്നെ പറയുന്നതാണ്. എൻ്റെ ജോലി മ്യൂസിക്കാണ്. എനിക്ക് ഇതല്ലാതെ വേറൊരു ജോലിയുമില്ല. എനിക്ക് പാട്ട് പാടുന്നതാണ് ബിസിനസ്. ഇത് ഞാൻ ബിസിനസ്സായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. സോ എന്നെ ആരെങ്കിലും ഏത് ഷോയ്ക്ക് വിളിച്ചാൽ, അത് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും, അവർ ഷോയ്ക്ക് വിളിക്കുമ്പോൾ അവരെന്താണ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ ദലേർ മെഹന്തി വരികയാണെങ്കിൽ അയാൾ നമുക്ക് വേണ്ടി ഫ്രീ ആയിട്ട് പാട്ട് പാടുമെന്ന്. ഞാനൊരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം ഞാൻ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ഒരാളാണ്. ഞാൻ ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പാട്ട് പാടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഫീസ് വാങ്ങിച്ചിരിക്കും. വേണമെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് കുറയ്ക്കാനായിട്ട് പറ്റും. ഒരുപക്ഷെ എൻ്റെ ഈ ശീലമായിരിക്കും ഒരുപക്ഷെ ശരിയല്ലാത്തത്. ആൾക്കാരനെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ചില ആൾക്കാർ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ മാഗസിനുമായി ബന്ധമുള്ള ആൾക്കാരായിരിക്കും, മീഡിയയുടെ ഒപ്പം ചേർന്ന് മാഗസിനിലും ഉണ്ടായിരിക്കുന്ന ആൾക്കാരായിരിക്കും. അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് ആർട്ടിസ്റ്റുകൾ അവർക്ക് വേണ്ടിയിട്ട് വന്നിട്ട് ഫ്രീ ആയിട്ട് പാടിയിട്ട് പോകണമെന്ന്. അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ മൈലേജ് നൽകാമെന്നാണ്. ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമുക്ക് കാശ് കിട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും? എൻ്റെ ഈ ഒരു ശീലം കൊണ്ട് തന്നെയാണ് പല സമയത്തും പഞ്ചാബിലെ കോൺട്രവേഴ്സി ഉണ്ടായിട്ടുള്ളത്. ഒരാൾ ഈ ഒരു റേഞ്ചിലേക്ക് റേസ് ആയത് പല ആൾക്കാർക്കും വിഷമമുണ്ടാക്കുന്ന കാര്യമായിരിക്കാം. താങ്കൾ എന്താണ് കരുതുന്നത്? 10 വർഷത്തിൽ താങ്കൾ ഇത്രയും വളർന്നിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ താങ്കൾ ആരോടൊക്കെ പറ്റില്ലെന്ന് പറഞ്ഞുവോ അവരെല്ലാരും ചേർന്ന് ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തിയത്. അതെ, ഇത് തീർച്ചയായിട്ടും ഒഫീഷ്യലി ലോകം മുഴുവൻ കണ്ട കാര്യമാണ്. ഈ 3-4 മാസത്തിനുള്ളിൽ കോൺട്രവേഴ്സി എന്തുമാത്രം വളർന്നു വെച്ചാൽ ലോകം മുഴുവൻ കണ്ടതാണ്. അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പാട്ടുകൾ പാടുന്നതിനുള്ള പിന്തുണയുമായി പിന്നെ ആരും വരാഞ്ഞത്. അങ്ങനെ ഞാൻ ചിന്തിക്കുന്നു. ആരെങ്കിലും ഫ്രീ ആയിട്ട് പാടാൻ പറഞ്ഞാൽ താങ്കൾ പാടുവോ? ഇല്ല, ഞാൻ ഫ്രീ ആയിട്ട് പാടില്ല. ഒരുപക്ഷെ സുനാമി വന്നാലും, കാർഗില്, അതുപോലെ ഗുജറാത്തിലെ ഭൂകമ്പം, ഇതുപോലുള്ള അപകടങ്ങളിൽ കാശ് സമ്പാദിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ സമയത്ത് ഞാൻ ഫ്രീ ആയിട്ട് പാടും. പക്ഷേ ഒരുപക്ഷെ ആരെങ്കിലും ആ ഡിപ്പാർട്ട്മെന്റ് ആണ്, ഈ ഡിപ്പാർട്ട്മെന്റ് ആണെന്നൊക്കെ പറഞ്ഞ് വരികയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ശരിക്കും എന്റെ വീട് അതായത് ഡൽഹി സിറ്റിക്കുള്ളിൽ തന്നെയാണ്. ഒരുപക്ഷെ ആ ഏരിയയിലുള്ള ആരെങ്കിലും, ഒരുപക്ഷെ MLA സാറാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അതായത് ഇലക്ഷനിൽ ദലേർ മെഹന്തി എന്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന്. അപ്പൊ ഞാൻ പോയില്ലെങ്കിൽ അദ്ദേഹം എന്നെ വാട്ടർ കട്ട് ചെയ്യും, കറണ്ട് കട്ട് ചെയ്യും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. പിന്നെ ഞാൻ ഒരാൾ മാത്രമല്ല, എന്നെ പോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ആ പാവങ്ങളൊക്കെ ഇതുപോലുള്ള സിറ്റുവേഷനിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ താങ്കളോട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം അറിയാനുണ്ട്. താങ്കൾ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ വളരെ ഭംഗിയാണ്, പക്ഷെ കരയുമ്പോൾ നല്ലതല്ല. ഞാനതിന് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ ഇങ്ങനെ രേസാറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞു പോയതാണ്. ഞാൻ ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ കരഞ്ഞിട്ടേ ഇല്ല. ഇനിയെങ്കിലും കരയാതിരുന്നൂടെ? തീർച്ചയായിട്ടും ഞാൻ ഇനി കരയില്ല. വളരെ നന്ദി. താങ്കളോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: താങ്കൾക്ക് നല്ല പേരും പ്രശസ്തിയും ഇതിനു മുമ്പ് കിട്ടിയിരുന്നുവോ? ഇപ്പോഴും കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ? ആ സമയത്ത് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഞാൻ വിജയിച്ച് പുറത്തു വന്നതിന് ശേഷം ആളുകൾ എന്നോട് ഒരുപാട് സ്നേഹം കാണിച്ചു. അതുപോലെ ദലേർ മെഹന്തി എന്നുള്ള പേര് ഞാൻ ഇതുവരെയായിട്ടും എന്തുമാത്രം സമ്പാദിച്ചോ, എനിക്ക് ദൈവത്തിന് മേൽ നല്ല വിശ്വാസമുണ്ട്. എന്റെ ജോലിയിൽ എനിക്ക് ഇനിയും 4 മടങ്ങോളം പേര് സമ്പാദിക്കണം. ലോകം മുഴുവൻ എനിക്ക് മുന്നേറണം. എന്റെ പേര് ഉയർത്തി കാണിക്കണം. അതെ സർ, എനിക്ക് താങ്കളുടെ ദുഃഖകരമായ കഥകൾ കേട്ടപ്പോൾ അതെ ഇറ്റ് വാസ് വെരി പാത്തറ്റിക്. താങ്ക് യു. താങ്കൾക്ക് എന്നെ താങ്കളുടെ അമ്മയെ പോലെ കാണാം. അല്ല, ഞാൻ താങ്കളുടെ അമ്മ തന്നെയാണ്. ഐ വിഷ് യു ഓൾ യുവർ ഹാപ്പിനെസ് ആൻഡ് ഓൾ മോർ പോപ്പുലാരിറ്റി. ബട്ട് സർട്ടൻലി ഇതെല്ലാം നല്ലതിനു വേണ്ടിയാണ് നടന്നത്. ഇപ്പൊ ഉള്ളതിലും താങ്കൾ 10 മടങ്ങ് ഉയരത്തിലെത്തട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാവോ പ്ലീസ്? नैना तेरे चंबल दे लुटे रे, ऊंचे मचानों से बादल उड़ाते हैं, सूखे नसीबों पे बादल बरसाते हैं, जीवे तेरे नैना दे लुटे रे, कजरा रे कजरा रे. വളരെ നന്ദി. താങ്ക് യു. താങ്കളൊരു പഞ്ചാബി സിംഗറാണ്. അതെ. ഈ എല്ലാ കോൺട്രവേഴ്സീസും താങ്കളുടെ മേൽ മാത്രം എന്തുകൊണ്ട് വരുന്നു?
ഒരു പക്ഷേ ആരെങ്കിലും ഇതുപോലെ വിജയം നേടുകയാണെങ്കിൽ അവരിതൊക്കെ അനുഭവിക്കേണ്ടതുണ്ട്. ഇത് ജനങ്ങളുടെ അനുഗ്രഹവും സ്നേഹവും കൊണ്ട്, അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹവും കൊണ്ടും ഇതുപോലെയുള്ള ഒരു വലിയ സ്ഥലത്ത് വന്ന് എനിക്ക് ഇരിക്കാനായി കഴിഞ്ഞു. അതിനായിട്ട് കഠിനമായിട്ട് പരിശ്രമിച്ചു ഞാൻ. കാരണം ദലേർ മെഹന്തി ഒരു പാട്ടുകൊണ്ട് മാത്രം ദലേർ മെഹന്തിയായിട്ട് ഉയർന്നതല്ല. ഞാൻ അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിച്ചു. ജനങ്ങളുടെ സ്നേഹവും ഇതിലുണ്ട്. അതുകൊണ്ടാണ്. ഇത് താങ്കളുടെ വിജയത്തിന് താങ്കൾ നൽകിയ വിലയാണെന്ന് കരുതുന്നുണ്ടോ? അതെ, അത് 100% സത്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ആർട്ടിസ്റ്റിന് ഒരിക്കലും അഹങ്കാരം, അതുപോലെ പിന്നെ പകരം ചോദിക്കുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ലെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് എന്താണ് പ്രയോജനം? പാട്ടിലൂടെ എനിക്ക് അവരെ വഴക്ക് പറയാനായിട്ട് സാധിക്കും. അതിലും കൂടുതലായിട്ട് എനിക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ആരോടും എനിക്ക് ഡയറക്റ്റായിട്ട് ഫൈറ്റ് ചെയ്യാനും കഴിയില്ല. ആരെയും തല്ലാനും കഴിയില്ല. വേറൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്കിത് മാത്രമേ ചെയ്യാൻ കഴിയൂ. പാട്ടിലൂടെ ദേഷ്യത്തിൽ 2 വഴക്ക് പറയാൻ പറ്റും. ഒരു ആർട്ടിസ്റ്റിന് അതല്ലാതെ ചെയ്യാൻ കഴിയില്ല. ഒരു പക്ഷേ ദേഷ്യത്തിൽ ആരെങ്കിലും വഴക്ക് പറയണമെന്ന് താങ്കൾ വിചാരിച്ചാൽ അതെങ്ങനെ പാട്ടായിട്ട്? चोर चक्के चौधरी ते गुंडी रन परदान, ओ चोर चक्के चौधरी वही गुंडी रन परदान, ओ बच के रहना वीर जी नहीं ते हो जाना कल्याण। रब दियां बेपरवाहियां अज कुत्ते खान मलाइयां, रब दियां बेपरवाहियां अज कुत्ते खान मलाइयां। ഞാനിപ്പോ പറയുന്നത് നിങ്ങൾ ഈ വാക്കുകളെ ക്ലാപ്സ് ചെയ്യാതെ കേൾക്കണം. ओ नित नवी डकैतियां ते होंदे बलात्कार, वही नित नवी डकैतियां ते होंदे बलात्कार, ओ थाने पुलिस कचहरियां सब मिली जुली सरकार, ओ बच के रहना वीर जी नहीं ते हो जाना कल्याण। रब दियां वे परवाहियां अज कुत्ते खान मलाइयां।